തിരുവനന്തപുരം ജില്ലയിലെ പഴവങ്ങാടിയിൽ സ്ഥിതി ചെയ്യുന്ന പുണ്യപുരാതന ക്ഷേത്രമാണ് പഴവങ്ങാടി ശ്രീ മഹാഗണപതി ക്ഷേത്രം. 18-ാം നൂറ്റാണ്ടിൽ കന്യാകുമാരി ജില്ലയിലെ പത്മനാഭപുരത്ത് തിരുവിതാംകൂർ സൈന്യത്തിലെ സൈനികരാണ് ഈ ക്ഷേത്രം ആദ്യമായി സ്ഥാപിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. 1795-ൽ തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറ്റിയപ്പോൾ വിഗ്രഹം ഇന്നത്തെ സ്ഥലമായ കിഴക്കേക്കോട്ടയിലേക്ക് പുനഃസ്ഥാപിച്ചു. തിരുവിതാംകൂർ സൈന്യം ഇന്ത്യൻ സേനയുമായി സംയോജിപ്പിച്ചതിനു ശേഷവും ക്ഷേത്രത്തിൻ്റെ പരിപാലനം ഇന്ത്യൻ സൈന്യത്തിൻ്റെ സംരക്ഷണയിലാണ്. ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശ്രീ മഹാഗണപതിയാണ്. ധർമ്മശാസ്താവ്, ദുർഗാദേവി, നാഗരാജാവ് എന്നിവരുൾപ്പെടെ മറ്റ് ദേവതകളെയും ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ശ്രദ്ധേയമായി ഗണപതിയുടെ 32 വ്യത്യസ്ത രൂപങ്ങളെ പ്രതിനിധീകരിക്കുന്ന ശില്പങ്ങൾ ക്ഷേത്രത്തിലുണ്ട്. പുളിമൂട്ടിൽ വാച്ചസ്. കഴിഞ്ഞ 22 വർഷമായി കേദാരം ഷോപ്പിംഗ് കോംപ്ലക്സിൽ പ്രവർത്തിച്ചു വരുന്ന പുളിമൂട്ടിൽ വാച്ചസിൽ പ്രമുഖ കമ്പനികളായ ടൈറ്റാൻ, ടൈമെക്സ്, ഫാസ്റ്റ് ട്രാക്ക്, ഫോസിൽ, കാസിയോ, സിറ്റിസൺ, സ്കാഗൻ, സൊനാറ്റ, Q&Q, ലോഗസ് വാച്ചുകളുടെ അതിവിപുലമായ ശേഖരം, ഉത്തരവാദിത്തപൂർണമായ സേവനം. സീക്കോ, ടൈറ്റാൻ, കാസിയോ, അജന്ത, സേജ് എന്നീ ബ്രാൻഡുകളുടെ ക്ലോക്ക്, ടൈം പീസ്, ടെലിഫോൺ, കാൽക്കുലേറ്റർ എന്നിവയും ഞങ്ങളുടെ പക്കലുണ്ട്. ലോകോത്തര നിലവാരമുള്ള റാഡോ, ഒമേഗ, ടിസോട്ട്, റോളക്സ്, പോലീസ്, ഫോസിൽ, സിറ്റിസൺ, സീക്കോ തുടങ്ങിയ ബ്രാൻഡുകളുടെ സർവീസിംഗും ഞങ്ങൾ നടത്തുന്നു. പുളിമൂട്ടിൽ വാച്ചസ്, ഷോപ്പ് നമ്പർ 45, കേദാരം കോംപ്ലക്സ്, കേശവദാസപുരം, തിരുവനന്തപുരം. ഫോൺ 0471 244 8231. വാട്സ്ആപ്പ് 9188 648231. വസ്ത്രവിപണന രംഗത്ത് 2 പതിറ്റാണ്ടുകളിലേറെയായി പ്രവർത്തിച്ചു വരുന്നതും ഗുണനിലവാരവുമുള്ള തുണിത്തരങ്ങൾ മിതമായ വിലയിൽ ലഭിക്കുന്നതുമായ കരമനയിലെ ഏക ഫാമിലി ഷോപ്പ് രേവതി ടെക്സ്റ്റൈൽസ്. വിവിധ ബ്രാൻഡുകളുടെ വമ്പിച്ച ശേഖരം. രേവതി ടെക്സ്റ്റൈൽസ്, കരമന, തിരുവനന്തപുരം. ഫോൺ 0471 2343 775. വിനായക ചതുർത്ഥി ഇന്ത്യയിലെ ഏറ്റവും ആഘോഷിക്കപ്പെടുന്ന ഉത്സവങ്ങളിലൊന്നാണ്. ഗണേശ ചതുർത്ഥി എന്നും ഇതറിയപ്പെടുന്നു. തടസ്സങ്ങളെ അകറ്റുന്ന ജ്ഞാനത്തിൻ്റെയും സമൃദ്ധിയുടെയും പുതിയ തുടക്കങ്ങളുടെ ദൈവമായ ശ്രീ മഹാഗണപതി ഭഗവാനെ ആരാധിക്കുന്നതുമാണ് ഈ ആഘോഷം. രാജ്യമെമ്പാടും ഈ ഉത്സവം വലിയ ഭക്തിയോടെയും നിറങ്ങളോടെയും സാംസ്കാരിക ആവേശത്തോടെയും ആഘോഷിക്കപ്പെടുന്നു. വിനായക ചതുർത്ഥി ശ്രീ ഗണപതി ഭഗവാന്റെ ജനനത്തെയാണ് അടയാളപ്പെടുത്തുന്നത്. ഒരിക്കൽ പാർവതി ദേവി കുളിക്കുമ്പോൾ ആരെങ്കിലും തന്നെ കാവൽ നിൽക്കണമെന്ന് ആഗ്രഹിച്ചു. തൻ്റെ ശരീരത്തിൽ നിന്നും എടുത്ത മഞ്ഞൾപ്പൊടി ഉപയോഗിച്ച് ദേവി ഒരു ആൺകുട്ടിയെ രൂപപ്പെടുത്തി. അതിന് ജീവൻ നൽകി. ആ ആൺകുട്ടി തൻ്റെ പ്രിയപുത്രനായ ഗണപതിയായിരുന്നു. ദേവി കുളിക്കുമ്പോൾ ആരെയും അകത്ത് കയറ്റരുത് എന്ന് പാർവതി ദേവി ഗണേശനോട് പറഞ്ഞു. വിശ്വസ്തനും ഭക്തനുമായ ഗണപതി ഭഗവാൻ അവിടെ കാവൽ നിന്നു. അപ്പോൾ ശ്രീ ശിവഭഗവാൻ അവിടെ വന്നു. ഗണപതി ഭഗവാൻ ആരാണെന്നറിയാതെ
ശിവഭഗവാൻ അകത്തേക്ക് കടക്കാൻ ശ്രമിച്ചു. പക്ഷേ ഗണേശൻ അത് തടഞ്ഞു. ഈ ധിക്കാരത്തിൽ കോപാകുലനായ ശിവഭഗവാൻ ഗണപതിയുടെ ശിരസ് ഛേദിച്ചു. ഇത് കണ്ട പാർവതീദേവിയുടെ ഹൃദയം തകർന്നു. മകൻ മരിച്ചു കിടക്കുന്നത് കണ്ട് ദേവി കോപാകുലയായി. ദേവിയെ സമാധാനിപ്പിക്കാൻ ശിവഭഗവാൻ മകനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുമെന്ന് ദേവിക്ക് വാഗ്ദാനം നൽകി. ആദ്യം കണ്ടെത്തുന്ന ജീവിയുടെ ശിരസ് കൊണ്ടുവരാൻ ഭഗവാൻ തൻ്റെ പരിചാരകരെ അയച്ചു. വടക്കോട്ട് ദർശനമായി കിടക്കുന്ന ഒരു ആനയെ അവർ കണ്ടെത്തി. അതിനെ കൊണ്ടുവന്നു. ആനയുടെ ശിരസ് ശിവഭഗവാൻ ശ്രീ ഗണപതിയുടെ ശരീരത്തിൽ ഘടിപ്പിച്ച് പുനരുജ്ജീവിപ്പിച്ചു. അങ്ങനെ ഗണപതി ഭഗവാൻ ആനയുടെ ശിരസുള്ള ദൈവമായി. വിനായക ചതുർത്ഥി ജ്ഞാനം, സമൃദ്ധി, തടസ്സങ്ങൾ നീക്കൽ എന്നിവയെ പ്രതീകപ്പെടുത്തുന്നു. വിജയത്തിനും ഭാഗ്യത്തിനും വേണ്ടി അനുഗ്രഹം തേടി പുതിയ സംരംഭങ്ങൾ, പദ്ധതികൾ ആരംഭിക്കുന്നതിനു മുമ്പ് ഭക്തർ ശ്രീ ഗണേശ ഭഗവാനെ പ്രാർത്ഥിക്കുന്നു. ശ്രീ മഹാഗണപതി ഭഗവാന് ഞങ്ങളുടെ അനന്തകോടി പ്രണാമം.